ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് 4 മാസമായപ്പോഴത്തേക്കും എൻ്റെ ബേബിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് 4 മാസമായപ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് അനുഭവപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനിച്ച സമയത്ത് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതായത് പ്രത്യേകിച്ച് രാത്രി ടൈമിൽ. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാത്രി നേരെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഫീഡ് ചെയ്ത ഉടനെ ഉറങ്ങില്ലായിരുന്നു. എണീറ്റ് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും ഒട്ടും പറ്റിയിട്ടില്ല. 10 മണി തൊട്ട് ഒരു വെളുപ്പാങ്കാലം ഒരു 7-8 മണി വരെ കണ്ടിന്യൂസ് ഉറങ്ങാതെ ഇരുന്ന ദിവസങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു മാസം. പിന്നീട് ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ചേഞ്ചസ് മാത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ പീരീഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത്. ആ പീരീഡാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ അമ്മയോ ഹസ്ബൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെയാണല്ലോ പാല് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ സമയത്ത് നിപ്പിൾ ക്രാക്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ സമയത്ത് നമുക്ക് നിബിള് നല്ല പെയിൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഫീഡ് ചെയ്ത് തുടങ്ങുന്ന ആ ടൈമല്ലേ. അപ്പോൾ നമുക്ക് നല്ല വേദനയായിരിക്കും. അതിൻ്റെ ഒരു വിഷമം. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറിയുടെ സ്റ്റിച്ചിൻ്റെ പെയിൻ, അതൊരിത്. പിന്നെ കുഞ്ഞ് ഉറക്കം ശരിയാവാത്തത്. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ഒരു വല്ലാത്തൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പോൾ ആ സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വാവയെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം ആ സമയമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം 4 മാസമായപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി കേട്ടോ. മാറിയെന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഒരു രാത്രി ഒരു 12 മണിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉണരുന്നത് ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക്. കണ്ടിന്യൂസ് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ. 6 മണിക്കൂർ പിന്നെ ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ വിടൂല. എന്തായാലും ഞാൻ എടുത്ത് ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്യണം. നമ്മൾ 4 മാസത്തിൽ നമ്മൾ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് അനുവദിക്കാം. അതിനുശേഷം നമ്മൾ എന്തായാലും ഉണർത്തി ഫീഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഉണർത്തി ഫീഡ് ചെയ്യും. അല്ലാതെയും അവൾ എണീക്കാറുണ്ട്. 12 മണിക്ക് ഞാൻ ചിലപ്പോൾ ഫീഡ് ചെയ്യും. എങ്കിൽ ഒരു രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും പിന്നെ ഉണർത്തി ഫീഡ് ചെയ്യും. പിന്നെ പകൽ സമയങ്ങളിൽ അവൾ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടത് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അവൾ ആദ്യത്തെ മന്തിലുള്ളതിനേക്കാളും ഈ 4 മാസമായപ്പോഴത്തേക്കും രാത്രി കണ്ടിന്യൂസ് ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കരച്ചിലൊന്നും ഇല്ലാതെ ഉറങ്ങാറുണ്ട്. പിന്നെ ചില കുഞ്ഞുങ്ങൾ രാത്രി കരയും. പക്ഷെ അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ പാല് തികയാതെയൊക്കെ ആയിരിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലായിരിക്കാം ചില കുഞ്ഞുങ്ങളൊക്കെ കരയുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് രാത്രി അവളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാല് കുടിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇങ്ങനെ കവിട്ടുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഗ്യാസ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറച്ച് പാല്, എക്സസ് മിൽക്ക് പോലെ ഇങ്ങനെ വരും. അത് ഇപ്പോഴും അതിന് വലിയ കുറവൊന്നും ഇല്ല. ഇപ്പോഴും ചെറുതായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും കുറച്ച് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തേനേക്കാളും കുറച്ച് കുറവുണ്ട് അതിന്. പിന്നീട് എടുത്ത് പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവള് അമ്മയെ അച്ഛനെ രണ്ടുപേരെയും നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അവൾക്കിപ്പോൾ ആൾക്കാരെ കുറേയൊക്കെ അറിയാം. അവളെ എടുത്ത് പഴകിയിട്ടുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയും. പിന്നെ അവരുടെ കയ്യിലൊക്കെ പോകും. പക്ഷേ അറിഞ്ഞിടത്ത് ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉടനെ ചിരിയൊന്നും മുഖത്തില്ല. ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ഭാവമൊക്കെ, എക്സ്പ്രഷനൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് അമ്മയെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അറിയാന്നുള്ള എല്ലാവരടുത്തും നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അറിഞ്ഞിടത്ത് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കും. നോക്കിയതിന് ശേഷം അറിയാന്നുള്ള ആളാണെങ്കിൽ ചിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കരയും. അപ്പോൾ എന്തായാലും അവള് ആളുകളെ തിരിച്ചറിയാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്.
കമിഴ്ന്ന് തുടങ്ങിയത് അവള് നാല് മാസത്തിന് മുമ്പേ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ അവള് ചരിഞ്ഞു തുടങ്ങിയായിരുന്നു. 2.25 മാസമൊക്കെ ആയപ്പോഴേ ഇങ്ങനെ ചരിയാൻ തുടങ്ങി, ഇങ്ങനെ കമിഴില്ല, ചരിഞ്ഞു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവള് കമിഴ്ന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ട് 4 മാസമൊക്കെ ആയപ്പോൾ ഇപ്പം നന്നായിട്ട് കമിഴ്ന്ന് വീഴുന്നുണ്ട്. അതുകൊണ്ട് കമിഴ്ന്നത് നേരത്തെ തന്നെ കമിഴ്ന്നു. 3.5 മാസമൊക്കെ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ കമരുമായിരുന്നു. പിന്നെ ഉള്ളത് തല ഉറച്ചിട്ടുണ്ട്. തല ഈ പഴയതിനേക്കാളും നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റേ ബാഗിലൊക്കെ അവളെ സ്കൂട്ടിയിലൊക്കെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബാഗിലിരുത്തി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ബാഗിലിരുത്തി നോക്കി, അപ്പോൾ അതിലും അവൾ ഇരിക്കുന്നുണ്ട്. തലയ്ക്ക് ഒരുവിധം ഉറച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ ഉള്ളത് നല്ല രീതിയിൽ അവൾ ഇങ്ങനെ കളിപ്പാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ട്. നല്ല രീതിയിൽ കാലും കൈയൊക്കെ ഇട്ട് അടിച്ച് അങ്ങനെ നല്ല ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ബെഡിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ കറങ്ങി റൊട്ടേറ്റ് ചെയ്യും, ഫുള്ളായിട്ട് കറങ്ങും. ഒരിടത്ത് കിടക്കൂല. നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും തിരിയും. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം. ഈ സമയം നല്ല സൂക്ഷിക്കേണ്ട സമയമാണ്. ബെഡിൻ്റെ അങ്ങറ്റത്ത് കിടത്തുകയാണെങ്കിൽ ചവിട്ടി ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾ എപ്പോഴും കിടന്നുറങ്ങുന്നത് കമിഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. കൂടുതലും നമ്മൾ നിവർത്തി കിടത്തിയാലും കമിഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. പക്ഷെ ആദ്യത്തെ മന്തിലൊന്നും അങ്ങനെ കമരില്ലല്ലോ. ആദ്യത്തെ 2 മാസമൊക്കെ നേരെ. പക്ഷെ കമരാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പം കമിഴ്ന്ന് നടക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ രാത്രി നല്ല ഉറക്കത്തിലാണെങ്കിൽ ഞാൻ കാണുമ്പോഴത്തേക്കും നേരെ കിടത്തും. പിന്നെ അല്ലാതെ ഞാൻ കാണാത്ത സമയങ്ങളിൽ അവൾ കമിഴ്ന്ന് തന്നെയാണ് കിടന്നുറങ്ങാറ്. പിന്നെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു ചിരിക്കുമ്പോഴൊക്കെ സൗണ്ട് നല്ല രീതിയിൽ അവൾക്ക് ഹാപ്പി ആണെങ്കിൽ ചെറിയ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ ചിരിക്കും. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൊതി നോക്കും പോലെ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ നാക്കൊക്കെ ഇട്ട് നുണച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി. അതായത് ഇനിയിപ്പോൾ 6 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും 5 മന്ത് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ പാല് കുറവായിട്ടുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് അവളിപ്പോഴേ കാണിക്കുന്നത്. ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി അത് അവൾക്കും വേണമെന്ന രീതിയിലൊക്കെ ഇങ്ങനെ കൊതി നോക്കാറുണ്ട്. അതൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ അവളിപ്പോൾ അമ്മയെ നല്ല രീതിയിൽ തിരിച്ചറിയാൻ പഠിച്ചു. ഇവളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജനിച്ചത് മുതലേ കൂടുതൽ ടൈം നോക്കിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ജോലിക്ക് പോവും, രാത്രി വരും. അപ്പോൾ ആദ്യമൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറച്ച് അറിഞ്ഞൂടല്ലോ. പക്ഷെ ഇപ്പം അച്ഛനെ നന്നായിട്ട് തിരിച്ചറിയാൻ പഠിച്ചു. എന്നോട് നല്ല രീതിയിൽ പ്രതികരിക്കും. കുറച്ച് ടൈം ഞാൻ മാറി നിന്നിട്ട് വരുവാണെങ്കിൽ അവള് അതിൻ്റെതായ ഒരു വിഷമവും അവള് ഇപ്പൊ ഇമോഷണലായിട്ടും എല്ലാ രീതിയിലും പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പം അവൾക്ക് സങ്കടം വരികയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പ്രകടിപ്പിക്കും, സന്തോഷമാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ രീതിയിലും അവള് എക്സ്പ്രഷനിലൂടെയൊക്കെ അവളുടെ ഇമോഷൻസ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് 4 മാസത്തിൽ എനിക്ക് എൻ്റെ ബേബിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഫീഡിങ് ടൈമാണ്. ആ ഗ്യാപ്പ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ വയറ് വലുതാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവർ ഒരുപാട് പാല് കുടിക്കും. അതുകൊണ്ട് തന്നെ ഫീഡിങ് ടൈം നമുക്ക് കുറയും. ഒരു ദിവസത്തിൽ ഇപ്പോൾ ഒരു 3-4 അവർക്ക് ഇടവിട്ട് പാല് കൊടുത്താലും മതിയാവും. പിന്നെ എന്നാലും ഞാനാണെങ്കിൽ അവള് കരയുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ച് പാല് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ടൈമൊന്നും നോക്കണ്ട, എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ ബേബിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത്. കൂടുതൽ എടുത്തു പറയാനുള്ളത് രാത്രി ഉറങ്ങുന്നു എന്നതാണ്. പിന്നെ അടുത്തതായിട്ട് കമിഴ്ന്നു. കുഞ്ഞ് 4 മാസമായപ്പോൾ കമിഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കുഞ്ഞ് ചിരിക്കും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 4 മാസത്തിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെങ്കിൽ അവർ ചിരിക്കുന്നുണ്ടോയെന്നും പിന്നെ കമിഴ്ന്നിങ്ങനെ ചരിയുന്നുണ്ടോയെന്നെങ്കിലും നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ തലയൊക്കെ കുറച്ച് ഉറച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു പറയാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.